ഹലോ, ഇതെൻ്റെ ഒരു കുട്ടി ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്, പ്രത്യേകിച്ച് എൻ്റെ സ്റ്റഡീസിനെ കുറിച്ച്. ഞാനൊരു CA ട്രൈ ചെയ്യുന്നൊരു സ്റ്റുഡൻ്റാണ്. ഫസ്റ്റ് ടൈമായിട്ട് CAനെ കുറിച്ച് കേൾക്കണത് എനിക്ക് തോന്നുന്നു 5th or 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ടൈമിലാണ്. കാരണം ആ സമയത്ത് മിസ്സുമാരുടെയൊക്കെ ഒരു ക്ലീശേ ഡയലോഗ് ഉണ്ട്, വാട്ട്സ് യുവർ അംബീഷൻ എന്ന്. ഓരോ പിള്ളേരെയും പൊക്കി നിർത്തി എല്ലാ പിള്ളേരുടെയൊക്കെ മുമ്പിൽ വെച്ച് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും സ്റ്റക്കായി നിൽക്കും. കാരണം എനിക്ക് ആ സമയത്ത് അംബീഷൻ പോയിട്ട് എന്താണെന്ന് പോലും എനിക്കറിയില്ലാത്തൊരു ടൈമായിരുന്നു. ഈ ചോദ്യം ചോദിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിസ്സുമാർ പല പല ജോബിനെ കുറിച്ച് അല്ലെങ്കിൽ പല പല ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ പറഞ്ഞുതരും. ഫസ്റ്റ് ടൈമായിട്ട് അപ്പോഴാണ് ഞാൻ കേൾക്കുന്നത് CA. പറയാൻ എത്ര പെട്ടെന്ന് എളുപ്പം. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ കേട്ടതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫുൾ ഫോം പോലും എനിക്കറിയില്ലായിരുന്നു ആ സമയത്ത്. പിന്നെ +2 ഒക്കെ കഴിഞ്ഞ് CA ഫൗണ്ടേഷൻ ജോയിൻ ചെയ്യാൻ ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു. കാരണം ഇവൺ ഒരു ഡിഗ്രി പോലും ഇല്ലാതെ ഈ ഒരു വലിയ സ്റ്റെപ്പ് എടുത്തു വയ്ക്കാൻ ഒരു കറേജും എനിക്ക് കിട്ടിയില്ല. അതാണ് സത്യം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഡിഗ്രി എടുത്തിട്ട് നോക്കാമെന്നായിരുന്നു അന്നത്തെ ഇൻറ്റൻഷൻ. ഇപ്പോൾ തോന്നുവാണ് ശരിക്കും നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പോസിബിൾ ആവുന്ന ടൈം മുതൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കണം. പ്രിപ്പറേഷൻ എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നോ അപ്പോൾ മുതൽ നമുക്ക് നമ്മുടെ ഇടയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ ഒരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൻ്റെ ഇൻഫോർമേഷൻ മിസ് പ്രൊവൈഡ് ചെയ്യാണ്. അതിലൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ബാംഗ്ലൂർ പ്ലേസ്ഡ് ആവാണ്. ബാംഗ്ലൂർ ജോലിക്കൊക്കെ ജോയിനൊക്കെ ചെയ്ത് ആ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി എന്തെങ്കിലുമൊക്കെ ജോബിനേക്കാൾ ഒരു ലൈഫ് ടൈം ഒരു സെക്യൂർഡ് ജോബ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ കരിയർ ഗ്രോത്തിന് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരു ടൈമൊക്കെ കഴിയുമ്പോൾ പല തിരിച്ചറിവ് നമുക്ക് കിട്ടും. ചില തിരിച്ചറിവൊക്കെ നമ്മളെ സംബന്ധിച്ച് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്നതാണ്. ആഫ്റ്റർ 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് എക്സ്പീരിയൻസൊക്കെ ആയിട്ട് ബാക്ക് ടു സ്റ്റഡീസ് എന്നായിരുന്നു അപ്പോഴത്തെ എൻ്റെ ഇൻറ്റൻഷൻ. പക്ഷേ ഓരോ മന്ത് കഴിയുമ്പോഴും ഞാൻ റിയലൈസ് ചെയ്തു എൻ്റെ കരിയറിലെ ഏറ്റവും നല്ല ടൈം, ഏറ്റവും ബെസ്റ്റ് ടൈം ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. പിന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ നാട്ടിൽ ഏതാണെന്നൊക്കെ കണ്ടെത്തി ഞാൻ അതിൽ ജോയിൻ ചെയ്തപ്പോഴാണ് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സ്റ്റഡീസിൻ്റെ വോളിയം ഞാൻ റിയലൈസ് ചെയ്തത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ജോലീൻ്റെ കൂടെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, സോ പേപ്പർ ഇട്ടേക്കാമെന്ന്. ഓൾമോസ്റ്റ് ഒരു 1 ഇയർ കംപ്ലീറ്റ് ആയപ്പോഴേക്കും ഞാൻ അവിടുത്തെ ബാംഗ്ലൂരിലത്തെ ജോലിയെല്ലാം റിസൈൻ ഇട്ട് ബാക്ക് ടു സ്റ്റഡീസിലോട്ട് നാട്ടിലോട്ട് വന്നു. അവിടെ ഉള്ളപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഓൺലൈൻ ബാച്ചാണ് ഞാൻ പ്രിഫർ ചെയ്തത്. കാരണം ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവർ റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ നമുക്കത് വീണ്ടും വീണ്ടും ഒന്ന് റീക്യാപ്പ് അടിച്ച് കാണാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉള്ളപ്പോൾ എനിക്ക് ഇത്രയും പ്രിഫറൻസ് തോന്നിയത് ഓൺലൈനാണ്. ചില സമയത്തൊക്കെ തോന്നും ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ എൻ്റെ ആ പഴയ മടിയൊക്കെ ഒന്ന് മാറിയിട്ട് ആ ഒരു ബാക്ക് ടു ട്രാക്ക് ആയിരുന്നു എന്ന്. ബട്ട് നമ്മുടെ കൺവീനിയൻസ് നോക്കുമ്പോൾ ഓൺലൈനാണ് ഇത്രയും പ്രിഫറൻസ്. നമുക്കിതിലെ ആഗ്രഹം നമ്മുടെ മനസ്സിൽ അത്യധികമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഏറ്റവും ബെസ്റ്റ് ടൈമിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. മറ്റുള്ളവർ എന്ത് പറയുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ സ്റ്റിൽ ഞാൻ ഇപ്പോൾ ഒരു ജോലി റിസൈനൊക്കെ ഇട്ട് ഇപ്പോൾ ഞാൻ ബാക്ക് ടു സ്റ്റഡീസിലോട്ട് വരില്ലായിരുന്നു. ഒരു പ്രൊഫഷണൽ കോഴ്സസ് എടുത്ത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് അതിലത്തെ വോളിയത്തിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഞാൻ മനസ്സിലാക്കിയത്. ഒരു ചെറിയ കോൺസെപ്റ്റ് പഠിക്കണമെങ്കിൽ തന്നെ ഞാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എനിക്ക് നന്നായിട്ട് അതിൻ്റെ ബേസ് അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ നന്നായിട്ട് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കറിയാം ഈ ഒരു കുട്ടി ഇൻട്രൊഡക്ഷൻ വീഡിയോ ചിലവർക്ക് ലാഗായി ഫീൽ ചെയ്തിട്ടുണ്ടാവാം, ചിലവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.